ഹായ് ഫ്രണ്ട്സ്, സെൻട്രൽ ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം മഴക്കാലത്ത്, അതായത് ജൂൺ മാസത്തെ കൃഷിയെ പറ്റിയാണ്. ഇപ്പൊ ഈ ജൂൺ മാസത്തിൽ മഴക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേനാണ് നമ്മുടെ ഓണ സമയത്തേക്ക് നമ്മൾ വിളവെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്. അതെല്ലാവരും മറക്കാതിരിക്കണം. കാരണം മഴയാണെന്നും പറഞ്ഞ് ആരും കൃഷി ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഓണത്തിന് നമ്മളുടെ വീട്ടിലേക്കുള്ള പച്ചക്കറി നമുക്ക് വീട്ടുമുറ്റത്തിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റത്തില്ല. അന്നേരം നമുക്ക് ഏതൊക്കെ പച്ചക്കറികൾ നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ ഓണക്കാലത്തേക്ക് വിളവെടുക്കാമെന്നും മഴക്കാലത്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഏതൊക്കെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഒന്നാമത് തന്നെ പറയാം, നമ്മൾ എന്നും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഐറ്റമാണ് പച്ചമുളക് അല്ലേ. പച്ചമുളക് നമുക്ക് മഴക്കാലത്ത് നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ടുവരാനും വിളവെടുക്കാനും പറ്റുന്നതാണ്. ആ സമയത്ത് പ്രത്യേകിച്ച് കീടശല്യം ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇത് ഞാൻ സിറാ മുളക് നമ്മൾ പാകി കിളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് പറിച്ചു നടാനായിട്ടായിട്ടുണ്ട്. രണ്ടാമത്തെ ഏറ്റവും നന്നായിട്ട് മഴക്കാലത്ത് വിളവ് കിട്ടുന്നതാണ് വെണ്ട. കണ്ടോ, വെണ്ട ഞാൻ വളർത്തി ഇത്രയും 4 പരുവമായിട്ടുണ്ട്. അപ്പം ഈ വെണ്ട നടുമ്പോഴത്തേനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്കിന്ന് വളരെ എപ്പോഴും കീടങ്ങൾ ആക്രമിക്കാൻ പരുവത്തിനായിട്ട് ഭയങ്കര കിളുന്നായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയൊരു ടിപ്പ് പറയാം. ഇതേ കണ്ടോ, ഇത് നമ്മൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ ഇതിനെ മണ്ണിലോട്ട് മാറ്റി നട്ടതാണ്. മണ്ണ് നന്നായിട്ട് ഇളക്കി കുമ്മായം ഒക്കെ ഇട്ട് പുളിപ്പ് കളഞ്ഞിട്ടുള്ള മണ്ണിൽ എല്ലുപൊടിയും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് നട്ടിട്ടുള്ളത്. അപ്പം കീടങ്ങളുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇത് കണ്ടോ, ഇത് ഞാൻ നമ്മുടെ ഓമ അല്ലെങ്കിൽ പപ്പായ എന്നൊക്കെ പറയുന്ന അതിന്റെ തണ്ട് കീറി ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് കീടശല്യം ഇതിന്റെ മണ്ണിൽ നിന്ന് നേരിട്ട് ഇതിന്റെ ചോട്ടിലോട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, വരാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കീടശല്യമോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഈർക്കിലോ ചെറിയ കമ്പോ എന്തെങ്കിലും കുത്തി സപ്പോർട്ട് ചെയ്യണം. കാരണം മഴ ഡയറക്റ്റ് വീഴുമ്പോൾ തൈ ഒരു കാരണവശാലും ഒടിഞ്ഞു പോകരുത്. അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കൊടുത്തു വേണം നമ്മൾ ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് നമുക്ക് വഴുതന ഈ സമയത്ത് വളർത്തിക്കൊണ്ട് വരാനായിട്ടും പറ്റും. നമുക്ക് ഓണ സമയമാകുമ്പോഴത്തേനും നല്ല രീതിയിൽ വിളവും ലഭിക്കും. അപ്പം വഴുതനയും ഇപ്പൊ എല്ലാവരും നടാൻ ശ്രമിച്ചോളൂ. ഇനിയും വരുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന അടുത്ത ഐറ്റമാണ് നിത്യവഴുതന. അത് വയലറ്റ് കളറോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആണെങ്കിലും നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്നതാണ്. പിന്നെ അതേ പയർ പ്രത്യേകിച്ച് പറയാനില്ല. മഴക്കാലത്ത് ചാഴിയുടെ ശല്യം പയറിന് കൂടുതലായിട്ട് വരും. എന്നാലും നമ്മൾ ശ്രദ്ധിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റുന്നതാണ് പയറ്. ഇത് നമ്മുടെ ബുള്ളറ്റ് പയറാണ് ഞാൻ പാകി വെച്ചിരിക്കുന്നത്. ബുള്ളറ്റ് പയറും അർക്കമംഗള പയറും മീറ്റർ പയറും ഒക്കെ ഈ സമയത്ത് പാകി കിളിപ്പിച്ച് നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. മഴക്കാലത്ത് നന്നായിട്ട് കയറി വരുന്നതാണ്. അതുപോലെ മഴ സമയത്ത് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് പച്ചച്ചീര. പ്രത്യേകിച്ച് കീടശല്യമൊന്നും ഇല്ലാതെ നല്ലതായിട്ട് കിട്ടുവേ. പിന്നെ അതുപോലെ കുമ്പളം, ചുരയ്ക്ക, പാവല്, പടവലം ഇതെല്ലാം നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാം. അടമഴയത്ത് നമ്മൾ നേരിട്ട് കൊണ്ട് വിത്ത് പാകി കിളിപ്പിച്ചുകൊണ്ട് വരാനായിട്ട് പാടാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ട്രേകളിൽ പാകണം. ഞാൻ ഈ ട്രേയിൽ പാകാനായിട്ട് ചകിരിച്ചോറ് കമ്പോസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ചകിരിച്ചോറ് കമ്പോസ്റ്റിൽ ഒരുപാട് താഴ്ത്തി അല്ലാതെ വിത്തിട്ടിട്ട് ഈർപ്പം നിലനിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നേരിട്ട് മഴയും വെയിലും കൊള്ളാത്ത സ്ഥലം നോക്കി ഇതിനെ പ്ലേസ് ചെയ്ത് 4-5 പരുവമാകുമ്പോൾ മാറ്റി നടുകയാണ് ചെയ്യുന്നത്. നട്ട് കഴിയുമ്പോഴും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചെറിയ കമ്പോ എന്തെങ്കിലുമൊക്കെ കുത്തി കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് മഴയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇലച്ചിലൊക്കെ കുത്തി അതിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഓണ സമയത്തോട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കുറച്ചൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഇപ്പൊ ഒരു 10 തൈ വെക്കുവാണെങ്കിൽ ആ 2-3 ഒക്കെ പോകും. എന്നാലും ബാക്കി നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് നമ്മളുടെ അടുക്കള തോട്ടത്തിലോട്ടുള്ളത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓണ സമയത്തോട്ട് ചെണ്ടുമല്ലി നമ്മളുടെ വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ നമുക്ക് പറിച്ച് അത്തപ്പൂ ഒക്കെ ഇടാനായിട്ട് നമ്മൾ കൃഷി ചെയ്യേണ്ടത് ജൂൺ 10 കൂടി മണ്ണിൽ നടണം. ആ സമയത്തോട്ട് നട്ടാൽ മാത്രമേ നമ്മളുടെ ഈ പ്രാവശ്യത്തെ ഓണ സമയത്തോട്ട് വിളവെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ചെണ്ടുമല്ലി നിങ്ങൾ നടുക. അതുപോലെ വാടാമുല്ല, വാടാമല്ലി എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പറയുന്ന ഈ ചെടി ഉണ്ടല്ലോ, ഇതിന്റെ കൃഷിയും ഇപ്പൊ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ വളം കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 10-15 ദിവസം കൂടിയിരിക്കുമ്പോഴാണ് സാധാരണ എല്ലാവരും വളം കൊടുക്കാറുള്ളത്. മഴക്കാലം ആയതുകൊണ്ട് കുറേശ്ശെ വളം, ആഴ്ചയിൽ കുറേശ്ശെ വളങ്ങൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ചെടിക്കത് വലിച്ചെടുക്കാനും അതിന് നന്നായിട്ട് വളരാനും ഒക്കെ ആയിട്ട് പറ്റും. അതുപോലെ ഡോളോമേറ്റ് ഓരോ മാസം കൂടുമ്പോഴും കുറച്ച് ഡോളോമേറ്റ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ മണ്ണിന്റെ pH കൺട്രോൾ ചെയ്ത് പോകാനായിട്ടൊക്കെ പറ്റും. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് ജൂണിൽ നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.